ഓക്കെ ഓക്കെ നാളെ അത് കംപ്ലീറ്റ് ആക്കാം. പക്ഷെ ശരി ഓക്കെ. പിന്നെ സോന സോന നീ അവിടെ എന്തെടുക്കുക? ഇതുവരെ റെഡി ആയില്ലേ? സ്കൂൾ ബസ് വരാൻ സമയമായി. ഇന്നലെ നീ ലേറ്റ് ആയി. ഇന്നലെ നീ കാറിലാണ് കൊണ്ടാക്കി. ഇന്ന് നിന്നെ ആരും കൊണ്ടാകുമെന്ന് വിചാരിക്കണ്ടാവും. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. അമ്മ എനിക്കൊന്നും ചെയ്തു തരുന്നില്ലല്ലോ. എന്റെ ഫ്രണ്ട് ജഗിയെ അവളുടെ അമ്മയെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അമ്മ എനിക്കിവിടെ ഒന്നും ചെയ്തു തരുന്നില്ല. അച്ഛനക്ക് എന്താ ഇത്ര താമസം? ഇന്നും കുറെ അറിയാൻ സാമ്പാറൊക്കെ ഇല്ലേ? ഇതിനാണ് ഇത്ര താമസം? അവിടെ പറഞ്ഞിട്ട് എന്താ തെറ്റി? നിങ്ങൾക്ക് ഈ പറഞ്ഞ പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കിയ ഒരു ടേസ്റ്റിന് കൊള്ളാത്ത വായി വയ്ക്കാൻ കൊള്ളാത്ത ഒരു സാധനം ഉണ്ടാക്കാൻ തന്നെ എനിക്ക് എന്താ അറിയാം? ഇന്നത്തെ പോലെ ഇതും തുടങ്ങി. എന്താ ഓഫീസിൽ പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സോന നിനക്ക് സ്കൂളിൽ പോകണ്ട, വണ്ടി വരാൻ സമയമില്ലേ? എങ്ങനെ താമസിക്കാൻ എല്ലാത്തിനും കാരണം ഈ നിൽക്കുന്ന നിങ്ങളുടെ അമ്മ തന്നെയാ. ഞാൻ എന്ത് ചെയ്യാനാ? നേരത്തിന് വെച്ചു കൊടുക്കാന്നൊക്കെ അവർ കേൾക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ? വല്ല വൃദ്ധസ്ഥാനത്തിൽ ആക്കുന്നതിനെ പറ്റി ശ്രദ്ധിക്കണം. കാര്യങ്ങളെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓ ഇത് തുടങ്ങിയോ? ഇത് ടേസ്റ്റ് ആയിട്ട് അമ്മയുടെ ആഹാരം കഴിക്കുന്നതെന്ന് നോക്കിയാൽ ഇവര് വെച്ചുണ്ടാക്കിയ ആഹാരം ഈ മോനല്ലാതെ എത്ര ടേസ്റ്റ് ആയിട്ട് വേറെ ആരെങ്കിലും കഴിക്കൂ? ഈ പുളിച്ച ഈ ദോശയൊക്കെ നീ വെച്ചുണ്ടാക്കി ജന്മത്ത് കഴിച്ചാ എന്താ എന്താ എന്തായാലും പറഞ്ഞു വെക്കൂ. എന്തോ കേട്ടതുപോലെ സോറി, സ്കൂൾ ബസ് വന്നിട്ട് ബാഗ് എടുത്തിട്ട് ട്രാൻസ്ഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒച്ച സാധനം കാണില്ല. എവിടെയാണോ അതോ ഇവിടെ വെച്ചാ അങ്ങോട്ട് ഒരു സാധനത്തിൽ നോക്കാൻ അവിടെ കാണുന്നില്ല. എവിടെയാണ്? ഞാൻ ഇറങ്ങാൻ പോവാണ്. ഞാൻ കഴിച്ച പാത്രം പറഞ്ഞിട്ടുണ്ട്, കഴുകി വെച്ചില്ല. പിന്നെ ഞാൻ ഇല്ലാത്ത സമയം നോക്കി ഇവിടുത്തെ മാനേജേഴ്സ് ഒന്നും വല്ല നൈബേഴ്സിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാവില്ല. ഞാൻ അറിയുന്നോണ്ട് കാര്യമില്ല, പറഞ്ഞേക്കാം. ഞാനൊന്നും ആരോടും പറയാറില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ആരോടൊന്നും പറയാം. ഞാൻ ഈ 4 ചോദ്യങ്ങളുണ്ടല്ലോ, ഞാൻ ആരോടൊന്നും പറയാം. ഇനി ഇവിടെ തിരിച്ചൊരു വഴക്ക് വേണ്ട. ഇവിടെ വെച്ച് തീർന്നോ? ഞാൻ പോകണം, എനിക്ക് ഓഫീസിൽ പോകുന്ന സമയം. ഇത് പറഞ്ഞാൽ കേട്ടാൽ ഇത് ചോദിച്ചല്ലോ. ഇവിടെ ആരും എന്നോട് കുഞ്ഞു ചോദിക്കാറില്ല. പണ്ടൊക്കെ ആണെങ്കിൽ എന്നോട് ഇതിനെ പറ്റിയൊക്കെ ചോദിച്ചായിരുന്നു. അവനൊന്നും ചോദിക്കാറില്ല. 2 മക്കളുണ്ടായിട്ടാ ഇപ്പൊ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്. ഇപ്പൊ ആരും എന്നോട് തിരക്കാറില്ല. പിന്നെ എല്ലാ അമ്മമാരുടെയും കാര്യം ഇതൊക്കെ തന്നെയാണ്. മക്കളുണ്ടെങ്കിലും കൊച്ചുമക്കളുണ്ടെങ്കിലും അവസാന കാലം എല്ലാവരും എത്തിക്കാണ്. പിന്നെ പിന്നെ എന്നെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കണമെന്നോ എന്തൊക്കെയോ പറയുന്ന കേട്ടു. എന്താവും ആർക്കറിയാം. ശരിയാവോ? ഞാൻ പോട്ടെ, ജോലിയുണ്ട് എനിക്ക്. പ്രശ്നങ്ങൾ എന്നെ ഓഫീസിൽ എനിക്ക് കഴിക്ക് നല്ല വേദനയുണ്ട്. കുഴമ്പ് പോലത്തെ. നിങ്ങളുടെ കാര്യം എന്റെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ മകനെ പേരിക്കുന്നത് അവരോട് പറയുന്നു. അത്യാവശ്യമായിട്ട് കുഴമ്പ് പറയുന്നത് എന്റെ തീറ്റ കഴിഞ്ഞാണ്. ഭയങ്കര വേദനയുണ്ട്. മോളെ എഴുതിയെത്തിയ മോള് വന്നോ? ചായ എടുക്കണം. സ്കൂൾ ബസിന്റെ സൗന്ദര്യം വന്നോ?
സ്കൂളിലേക്ക് വന്നതല്ലേ ഉള്ളൂ. വന്ന പാടെ കുന്ത്രാണ്ടം നോക്കി ഡ്രസ്സൊക്കെ മാറി എന്തെങ്കിലും എടുത്ത് പഠിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ എന്തിനാ അവരുടെ കാര്യം ഇടപെടുന്നത്? നോക്കാൻ ഞാനുണ്ട്. അവിടെ എന്റെ മുള്ള ഞാൻ നോക്കിക്കോളാം. ഞാനൊന്നും പറയുന്നില്ല. അവിടെ എന്തോ ചെയ്തു. നിങ്ങൾക്ക് എന്താ? ഹലോ ഹലോ, സ്വപ്ന ടീച്ചർ അല്ലേ? ആ ടീച്ചർ എന്താ വിളിച്ചേ? മാർക്ക് കുറവോ? മാത്സിലോ? അയ്യോ അങ്ങനെ വരാൻ പാടില്ലല്ലോ. അവൾ മാർക്ക് കാണിച്ചതായാലും പറഞ്ഞില്ല സോനിയ ടീച്ചറാ. ഈ മാർക്ക് കാണിച്ചതായി എന്താ പറയുന്നത്? വീട്ടിലൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച 1000 രൂപ അടിച്ചതാ മാത്സിന് സ്പെഷ്യൽ ടീച്ചർ അടിച്ചതാ. ഈ മാത്സിന് എന്തൊക്കെ മാർക്ക് വന്നിരിക്കുന്നത്? അച്ഛൻ വരട്ടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താന്നുള്ള കാര്യം ഈ നിൽക്കുന്ന ഈ അച്ഛനല്ലോ ഇവരെന്നെ ഇങ്ങനെ ആക്കുന്നത്. അമ്മേ അമ്മേ, ഓരോരോ തിരക്കല്ലേ അമ്മേ, അങ്ങനെ വരാൻ പറ്റുമോ? ഒരു വർഷത്തിന് കൂടുതലായി ഞാൻ ചേട്ടൻ ഓഫീസിലൊക്കെ പറഞ്ഞു വിടണ്ടേ അമ്മേ, അതുകൊണ്ടാ. ഞങ്ങൾക്ക് ചായ എടുക്കും. ഒന്നും വേണ്ട ഒന്നും വേണ്ട, ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് അവിടെ വന്നേ. അപ്പൊ നീ എന്നെ കാണാൻ തന്നെയാണോ വന്നേ? അത് വേറെ എന്തെങ്കിലും അതല്ല, എനിക്ക് പ്രോപ്പർട്ടിയിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു ആനന്ദിന്റെ അടുത്ത് പ്രിയയുടെ. എനിക്കൊരു ക്ലാസ് ചൂസിങ് എടുത്തേ. എന്തായാലും കുറച്ച് സമയം ഞാൻ എന്നെ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു, കാര്യം പറയാനായിട്ട് കാണണമെന്ന് വിചാരിച്ചു. അതിനെ കൂടി ഒന്ന് വിളിക്കട്ടെ, സീരിയസ് ആയിട്ടാണ്. മകൾക്കും വേണ്ട. ഒന്നിങ്ങോട്ട് വന്നേ, എന്നെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു സീരിയസ് ആയിട്ട് സംസാരിക്കണം. കുറച്ച് സമയമായി. പിന്നെ ആനന്ദിനെ ഇപ്പൊ രവിയോടൊപ്പം സംസാരിക്കാൻ വിളിച്ചെന്ന് വെച്ചാൽ നമുക്ക് അമ്മയെ ഓൾഡേജ് ഹോമിലെ ആട്ടിനെ പറ്റി ഇന്നലെ സംസാരിച്ചില്ലേ? അതുകൂടി പറയാനാ ഞാൻ രമ്യെ വിളിച്ചു. ഓൾഡേജ് ഹോമിൽ അമ്മയെ ഓൾഡേജ് ഹോമിലാക്കാന്നാണ് നമ്മുടെ തീരുമാനം. നമുക്കാവുമ്പോ സമയമില്ല. സമ്മതിക്കത്തില്ല. പിന്നെ നമുക്ക് അമ്മയെ ഓൾഡേജ് ഹോമിലാക്കുന്നതിനെ പറ്റി തീരുമാനിക്കാം. എന്താ എനിക്ക് കുഴപ്പമില്ല. ജോലി കൊച്ചിനെ എനിക്ക് മാസത്തെ ശമ്പളം കുറച്ച് നേരത്തെ കിട്ടിയ പോകാൻ. ഈ മാസം ശമ്പളം നേരത്തെ തരാനോ? കഴിഞ്ഞ മാസം 4 ദിവസം പറഞ്ഞില്ല. അത്യാവശ്യമാണ്. ഈ ഒരു താളത്തേക്ക് മാത്രം കേട്ടില്ല. നീ വേറെ താളത്തേക്ക് കൊച്ചിനെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാ. അതുകൊണ്ടാവും. ശമ്പളം ഞാൻ നേരത്തെ തരികയും വേണം, എന്നിട്ട് നേരത്തെ പോവുകയും വേണം. പിന്നെ ഇവിടുത്തെ ജോലിക്ക് ഒരാഴ്ച ചെയ്യുന്നേ. ഇത് കഴിഞ്ഞിട്ടാണ് തുണി കഴുകുന്നത്. അവർക്ക് ആദ്യം തുണി കഴുകുന്നത്. നേരത്തെ പോകാൻ പറ്റത്തില്ല. എന്ത് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് എനിക്ക് എൻ്റെ മോനെ നല്ല പോലെ പഠിപ്പിക്കണം. എൻ്റെ മോനെ അനന്ത് വളർത്തി വലുതായി കഴിഞ്ഞാൽ അവൻ എന്നെ നല്ല പോലെ നോക്കിക്കോളും. പിന്നെ എനിക്ക് കഷ്ടപ്പാടൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ചേ, അറ്റൻഡൻസ് കേട്ടോ. ആരതി, അശ്വതി, ആതിര, ജെനി, മീനാക്ഷി, നന്ദുജ, നീരജ, സോന. സോന ഇന്ന് അറസ്റ്റിലാണോ? ടിവി സോന ആക്സിഡന്റ് ഉണ്ടല്ലോ, ഇന്ന് ലേറ്റാണോ? ഏത് പാടും പോയി പഠിക്കണേ? അമ്മ പരിചയപ്പെടാത്തല്ലോ. പാട്ടുകാരുമാണ്. എല്ലാവരും കിട്ടുമ്പോൾ പുസ്തകം വായിച്ചിരുന്നത് വാങ്ങി പറഞ്ഞിട്ട്
അപ്പൊ നമുക്ക് ആദ്യമേ അമ്മ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ആശയം നമുക്കല്ലോ നമുക്ക് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് പോവാം. അപ്പൊ പി സുരേന്ദ്രന്റെ അമ്മമ്മ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അമ്മമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരെ കുറിച്ചായിരിക്കും? അമ്മമ്മയെ കുറിച്ചായിരിക്കും. എല്ലാവരുടെ വീട്ടിലും മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശി എവിടെ കൊണ്ടവരല്ലേ നമ്മള് അതില്. അപ്പോ പി സുരേന്ദ്രന്റെ അമ്മ എന്ന പാഠഭാഗത്ത് ഒരു നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരു അമ്മയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമ്മമ്മ വളരെയധികം കഷ്ടപ്പെട്ടാണ് ജീവിച്ചു പോകുന്നത്. നമുക്കറിയാം ഇപ്പം വയസ്സാകുമ്പോ വയസ്സായ ഒരു വിശ്രമ ജീവിതം നയിക്കുന്ന. പക്ഷെ ഈ കഥയിൽ അമ്മയ്ക്ക് അതിന് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു മകളുണ്ട്. അപ്പൊ മകൾക്ക് 3 മക്കളാണുള്ളത്. പക്ഷെ മകൾ മരിച്ചുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ 3 മക്കൾ നമുക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ആ 3 മക്കളുടെ കാര്യം നോക്കേണ്ടത് വെറുതെ ആയിട്ടുള്ള ആരാണ്? ഈ അമ്മമ്മയാണ്. അപ്പൊ ഈ 3 മക്കളെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണ്ടേ? ഈ 3 മക്കളെ പഠിപ്പിക്കണം. അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോ ഈ പാഠഭാഗത്ത് അമ്മമ്മ ഈ എല്ലാ മക്കളെയും, ഈ മകളുടെ 3 മക്കളെയും ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഹോസ്റ്റലിൽ കൊണ്ടാക്കുമ്പോൾ ആദ്യത്തെ മകനെ കൊണ്ടാക്കുന്നു. അതിനുശേഷം തുടരെ 3 പേരെയും ഓരോ പ്രായത്തിനനുസരിച്ച് കൊണ്ടാക്കുന്നുണ്ട്. അപ്പൊ 3 മക്കളെ ഹോസ്റ്റലിലാക്കണം. അപ്പൊ ഈ ഇടയ്ക്ക് അമ്മ എന്ത് ചെയ്യുന്നത്? ഈ ഹോസ്റ്റലിൽ നിന്ന് സ്കൂളിലേക്ക് 3 മക്കളെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ കാണാനായിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് വലിയ സങ്കടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു കുട്ടികൾക്ക് എല്ലാം ബാഗും, അതുപോലെ നമ്മൾ പറയില്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ബാഗും പുസ്തകവും നമുക്ക് നല്ല വസ്ത്രവും ഒക്കെ നമുക്ക് വേണ്ടേ. അപ്പൊ അതെല്ലാം മറ്റു കുട്ടികളെ പോലെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് അമ്മ എന്തെങ്കിലും നല്ല രീതിക്ക് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ അമ്മയുടെ ജീവിതത്തിലൂടെ കഷ്ടപ്പാടിലൂടെയാണ് നമ്മുടെ പാഠഭാഗം മുന്നോട്ട് പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എല്ലാവരുടെയും വീട്ടിൽ അമ്മയുടെ അമ്മയെ കുറിച്ച് നല്ല അനുഭവങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും ബുക്ക് എടുത്തിട്ട് അവരുടെ അമ്മയെ കുറിച്ചുള്ള അനുഭവം എഴുതി, അല്ലെങ്കിൽ അമ്മയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതിയ ബുക്കില് സോന മക്കളുണ്ടാവുന്നു. എഴുതാതിരിക്കുന്നത് അമ്മയെ കുറിച്ചുള്ള അനുഭവങ്ങൾ എഴുതിയ സോന എന്താ എഴുതത്തെ? ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിലും അമ്മയെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ നല്ല അനുഭവങ്ങൾ സോനക്ക് കാണല്ലേ. അപ്പൊ അതൊക്കെ പക്ഷെ ഒന്ന് എഴുതിയാണ്. അപ്പൊ എല്ലാവരും അനുഭവം എഴുതി കൊണ്ടുവന്നേ. ആരൊക്കെ എഴുതി കഴിഞ്ഞോ? കൊണ്ടുവന്നേ. സോണ എഴുതി കഴിഞ്ഞേ. കൊണ്ടുവന്നേ. കുറിച്ചൊന്നും എഴുതിയില്ലേ? ഞാൻ പറഞ്ഞു തരത്തില്ല വേണ്ടി എന്താ എഴുതാതെ? സോന ക്ലാസ്സിൽ ഞാൻ ചോദിച്ചപ്പോഴേ അച്ഛമ്മ ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചോദിക്കണം വെച്ചാൽ എന്താ സോനയ്ക്ക് അച്ഛമ്മ ഇഷ്ടമല്ലാത്തത്? എനിക്ക് എന്റെ അമ്മയ്ക്കൊന്നും അച്ഛനെ ഇഷ്ടമല്ല ടീച്ചർ. മോൾക്ക് എന്താ അച്ഛമ്മ ഇഷ്ടമല്ലാത്തത്? എനിക്ക് എന്റെ കാര്യത്തിലൊക്കെ അച്ഛമ്മ ആവശ്യമില്ലാതെ ഇടപെടാൻ വരുന്നത്. എന്താ സോനയ്ക്ക് എന്ത് കാര്യത്തിലാണ് അച്ഛമ്മ ഇടപെടുന്നത് തോന്നി? ഞാൻ കുറച്ചു നേരം ഫോണൊക്കെ എടുത്തു കഴിയുമ്പോൾ അച്ഛൻ എന്റെ പുറകെ വന്നിട്ട് പറയും എപ്പോഴും ഇതിൽ തന്നെയാണ്. കാരണം എപ്പോഴും എന്നോട് ഇങ്ങനെ ശല്യം ചെയ്തോണ്ടിരിക്കും. അതിപ്പോ ഞാൻ ക്ലാസ്സിന് പറയാറുള്ളതല്ലേ ഫോൺ അധികമായിട്ട് ഉപയോഗിക്കരുത്. ഗെയിമൊക്കെ കളിക്കുന്നത് സോന അതില്. അപ്പോ ഫോൺ അങ്ങനെ വേറെ എന്താ ഫോൺ അല്ലാതെ? അത് മാത്രമല്ല ഇപ്പൊ എനിക്ക് വേണ്ടെങ്കിൽ എപ്പോഴും പുറകെ നടന്നിങ്ങനെ ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ. അത് മോള് ചിലപ്പോ സമയത്താണ് ആഹാരം കഴിക്കുക സോന എല്ലാവരും. എനിക്ക് വിശക്കുമ്പോഴാണ് ചിലപ്പോ താമസിക്കുന്നതുകൊണ്ടായിരുന്നു. അപ്പൊ വയസ്സായ ആൾക്കാരല്ലേ, അപ്പൊ അവരവർ സ്നേഹം ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പൊ മോളുടെ അച്ഛനും അമ്മയും എന്താ നല്ല സ്നേഹത്തോടല്ലേ? അമ്മ എപ്പോഴും അമ്മയ്ക്ക് അച്ഛന്റെ ഇഷ്ടമല്ല. അമ്മ എപ്പോഴും അച്ഛൻ്റെ കുഴപ്പമുണ്ട്. ഇത് സോനിയുടെ അച്ഛന്റെ അമ്മയാണോ അതോ അമ്മയുടെ? അച്ഛനും സ്നേഹത്തിലാണ് പെരുമാറുന്നത്. അച്ഛനോട് അങ്ങനെ മിന്നാലെ പോലും കഴിച്ചു. അപ്പൊ അതൊക്കെ പോട്ടെ. ഇപ്പൊ സോന എന്താണ് സോനയുടെ കുട്ടിക്കാലത്ത് മോളെ വളർത്തിയതൊക്കെ കൂടുതലും അച്ഛമ്മയൊക്കെ ആയില്ലേ? ഭക്ഷണം വാർത്തകളായാലും കൂടുതൽ സംരക്ഷിക്കും അതെല്ലാം അച്ഛമ്മയൊക്കെ ചെയ്യുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. അതുപോലെ ഇപ്പോഴും നല്ല സ്നേഹത്തിലല്ലേ മോള് പെരുമാറുന്നത്? അമ്മ പറയുന്നത് കേട്ടിട്ടാണ് സോന അങ്ങനെ പെരുമാറുന്നത്? അങ്ങനെ അച്ഛമ്മക്ക് പഴഞ്ചലാണ്. ഞാൻ അതൊന്നും മോള് ശ്രദ്ധിക്കില്ല. ഇനി എന്ത് ചെയ്യണം? അച്ഛമ്മേടെ അടുത്ത് പോയി അച്ഛമ്മയോട് കൂടുതലും മിണ്ടാനായിട്ട് നോക്കണം. അതുപോലെ അച്ഛമ്മയോട് ഇത്രയും നാൾ പെരുമാറിയതൊക്കെ പോട്ടെ. ഇനി എന്ത് ചെയ്യണം? അച്ഛമ്മയോട് നമ്മൾ കാണുന്നതല്ലേ വൃദ്ധസദനങ്ങളിലൊക്കെ
സ്വയം കേട്ടിട്ടില്ലേ വാർത്തയൊക്കെ ഈ ഇടയ്ക്ക് കേട്ടതല്ലേ വൃദ്ധസദനങ്ങളിലേക്ക് അമ്മമാരെ കൊണ്ടാക്കുക, അവരെ ഉപദ്രവിക്കുക, അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്? അല്ല, നമ്മൾ അതിനു വേണ്ടി അല്ല പഠിക്കുന്നത്. പകരം എന്ത് ചെയ്യണം? നമ്മൾ അവരെ സ്നേഹിക്കണം. വൃദ്ധസദനത്തിലേക്ക് കൊണ്ടാക്കി അവർക്ക് ഭക്ഷണം കിട്ടുമായിരിക്കും, അവരെ നോക്കുമായിരിക്കും. പക്ഷെ അതല്ല, ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ജീവിച്ച അവർക്ക് എന്താണ്? നമ്മുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും സ്നേഹമാണ് വേണ്ടത്. മക്കളെക്കാൾ സ്നേഹിക്കുന്നത് ആരെയാണ്? കൊച്ചുമക്കളാണ്. അപ്പൊ മോളുടെ അച്ഛനെയും ആരെയായിരിക്കും കൂടുതൽ സ്നേഹിക്കാം? സോനിയായിരുന്നു. അപ്പൊ അച്ഛനും അമ്മയും എന്ത് കാണിക്കട്ടെ, മോളെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം? അച്ഛനോട് എന്ത് ചെയ്യണം? സോറി പറഞ്ഞ് അച്ഛനെ നല്ല രീതിയിൽ സ്നേഹിക്കണം. ഓക്കെ. അപ്പൊ നാളെ വരുമ്പോ ഞാൻ ചോദിക്കുമ്പോ പറയണം, അച്ഛമ്മയായിട്ട് എന്തെങ്കിലും പറഞ്ഞൊക്കെ പറയണം. IT ക്ലാസ് പോലല്ലേ? അപ്പൊ നാളെ വരുമ്പോഴത്തേക്ക് ഇതിൽ എഴുതിക്കൊണ്ട് വരണമൊക്കെ അച്ഛമ്മയെ വിളിച്ച് ക്ലാസ്സിലേക്ക് പോകും. സോന, നീ ഇവിടെ ഇരിക്കുവാണോ? സോന, നീ എന്താ IT ക്ലാസ്സിൽ വരാത്തെ? സോന, അച്ഛനെ കുറിച്ച് മിസ് വല്ലതും പറഞ്ഞോ? ഞാൻ അച്ഛനെ ഇഷ്ടമല്ലെന്നാണ് എഴുതിയത്. നിനക്ക് സമ്മതിക്കുന്നത് എനിക്ക് അച്ഛനെ ഇഷ്ടമല്ലായിരുന്നു. ടീച്ചർ എന്നോട് ചോദിച്ചിരുന്ന കാര്യം. പക്ഷെ അമ്മ പറഞ്ഞിരുന്നില്ല എന്റെ അച്ഛനെ ഇഷ്ടമല്ലെന്ന്. അല്ലാതെ അച്ഛൻ എന്നോട് എന്ത് തന്നെ ചെയ്തത്? ഇന്നലെ കൂടി അച്ഛൻ എന്റെ കൂടെ പുറത്തു വരാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ അച്ഛൻ എനിക്ക് നാട്ടിലേതാണ്. ഞാൻ അച്ഛന് ഒരുപാട് മഴക്ക് പോയി. അച്ഛൻ എനിക്ക് എനിക്കിപ്പം മനസ്സിലായിരുന്നു ചെയ്യുന്നതൊക്കെ തെറ്റാറുണ്ട്. ടീച്ചർ പറഞ്ഞ സത്യം. നമ്മൾ അച്ഛനെ സ്നേഹിക്കും ബഹുമാനിക്കറിയും ഒന്നും എനിക്ക് പ്രായമുള്ളതില്ലല്ലോ. നീ വിഷമിക്കേണ്ട. ഇന്ന് പോയത് സോറി പറയാൻ പക്ഷേ ഈടത്തെങ്കിലും ഞാൻ അച്ഛനായിട്ട് നല്ലപോലെ സ്നേഹത്തോടെ പെരുമാറും. കഴിയണ്ട. നിങ്ങളുടെ ക്ലാസ്സിലായിരുന്നു അപ്പൊ ക്ലാസ്സിൽ പോകാം. ക്ലാസ് അച്ഛനെ കാണാം. അച്ഛനെ സോറി പറയണം. അച്ഛനെ 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 അത് പറയാം. ഞാൻ എന്നെ വിളിച്ചു കോളേജ് പോകുന്നു. അമ്മേ കോളേജ് പോകില്ലാക്കാന്നാണ് എന്റെ തീരുമാനം. വാർദ്ധക്യം മനുഷ്യൻ്റെ രണ്ടാം ബാല്യം. സ്നേഹവും വാത്സല്യവുമൊക്കെ ഏറെ കൊതിക്കുന്ന കാലം. പക്ഷേ പലപ്പോഴും ഇവർക്ക് ലഭിക്കുന്നത് ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെയാണ്. വൃദ്ധജനങ്ങൾ ഒരു ബാധ്യതയായി മാറുന്ന പുതിയ കാലഘട്ടം. ദിനം പ്രതിയുള്ള വൃദ്ധസദനങ്ങളുടെ പെരുപ്പം. മാതാപിതാക്കളുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. മാതാപിതാക്കളുടെ സംരക്ഷണം മക്കളുടെ കടമയാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ വീട്ടകങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഇത്തരം യാതനകളിൽ വെന്തുരുകുന്ന വൃദ്ധജനങ്ങളുണ്ടോ? എങ്കിൽ ഇന്നു തന്നെ അവർക്കായി ഒരു കരുതലും തണലുമായി നമുക്ക് കൈകോർക്കാം.